എല്ലാവർക്കും നമസ്കാരം. ശ്രീമാത്സിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമുക്ക് PSCയുടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. VFAയുടെ എക്സാംസ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വരികയാണല്ലോ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഇതിലെ ഫ്രാക്ഷൻസ് എന്നുള്ള ഒരു ടോപ്പിക് നമുക്ക് ആദ്യം നോക്കാം. ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ. അപ്പം ഭിന്നസംഖ്യകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഈ ഫിഗറിൽ 3 തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിച്ചേക്കാണ്. അപ്പോൾ അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആകെ 3 ഭാഗം ഉള്ളതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഈ ഷെയ്ഡഡ് പോർഷന്റെ ഭിന്നസംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 3-ൽ 1. ഇതിന്റെ മുകളിലുള്ള സംഖ്യ അംശമെന്നും താഴെയുള്ളതിന് ഛേദമെന്നും പറയുന്നു. അതായത് മുകളിലുള്ളത് ന്യൂമറേറ്റർ, താഴെയുള്ളത് ഡിനോമിനേറ്റർ. തുല്യ 4 ഭാഗങ്ങൾ. അതില് ഈ ഷെയ്ഡഡ് പോർഷന്റെ ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ 4 ഉള്ളതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4-ൽ 3. അതാണ് ഭിന്നസംഖ്യയുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ 2 തുല്യ ഭാഗം, അതിലെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെയ്ഡ് ചെയ്തതിന്റെ പോർഷന്റെ ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ആകെ 2 ഉള്ളതിൽ 1. 2-ൽ 1. ആകെ 2 തുല്യ ഭാഗങ്ങളുള്ളതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഫ്രാക്ഷൻസ്, ഈ ഭിന്നസംഖ്യകള് ഇവിടെ ഷെയ്ഡ് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞാൽ ആകെ തുല്യ 3 ഭാഗങ്ങൾ. 3-ൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 3-ൽ 1, 1/3. ഇവിടെ തുല്യ 4 ഭാഗങ്ങൾ, അത് 4-ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4-ൽ 3. എത്ര ഷെയ്ഡ് ചെയ്തോ, എത്ര പോർഷൻ ഷെയ്ഡ് ചെയ്തോ അതാണ് പറയുന്നത്. ഇവിടെ ആകെ 2 ഭാഗം, തുല്യ 2 ഭാഗങ്ങൾ, അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 2-ൽ 1. ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ 3 വിധമുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻസ്. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തില് സാധാരണ ഭിന്നങ്ങൾ എന്ന് പറയും. സാധാരണ ഭിന്നങ്ങൾ, സാധാരണ ഭിന്നം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് 3 വിധമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയാൻ വിഷമ ഭിന്നം എന്ന് പറയാം. അതിന്റെ മലയാളം PSC എക്സാംസിനെല്ലാം മലയാളത്തിലാണ് ചോദിക്കുന്നത്. മിക്സഡ് ഫ്രാക്ഷൻസ്. അങ്ങനെ 3 തരത്തിലുണ്ട് ഫ്രാക്ഷൻസ്. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സഡ് ഫ്രാക്ഷൻസ്. മിക്സഡ് ഫ്രാക്ഷൻസിന്റെ മലയാളം മിശ്രഭിന്നം. അതായത് സാധാരണ ഭിന്നത്തിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ എഴുതാം. 1/5, 2/9, 3/7, 10/15 ഇങ്ങനെ എഴുതാം. അതായത് അംശം കുറവും ഛേദം കൂടുതലും. മുകളിലുള്ള സംഖ്യ കുറവും ഛേദം, അംശം മുകളിലുള്ളത്, ഛേദം താഴെയുള്ളത്. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ. മുകളിലുള്ളതിനെ ന്യൂമറേറ്റർ എന്നും താഴെയുള്ളതിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. മുകളിലുള്ളത് അംശം, താഴെയുള്ളത് ഛേദം. ഇവിടെ അംശം കുറവും ഛേദം കൂടുതലും. അങ്ങനെയുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ സാധാരണ ഭിന്നങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. വിഷമ ഭിന്നം അല്ലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാല് തിരിച്ചാണ്. അംശം കൂടുതലും ഛേദം കുറവും. 10/3. ഇവിടെ കൂടുതൽ മുകളിലുള്ളതാണ്. 7/4. വേറെ ഉദാഹരണം നോക്കാം. 11/9. അംശം കൂടുതലും ഛേദം കുറവും. ഇതിനെ വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. ഈ മിക്സഡ് ഫ്രാക്ഷൻസ്, മിശ്രഭിന്നം, 2-ഉം 1/3. അതായത് ഒരു പൂർണ്ണസംഖ്യയും കാണും, ഒരു ഫ്രാക്ഷനും കാണും. ഒരു പൂർണ്ണസംഖ്യയും കാണും, ഒരു ഫ്രാക്ഷനും കാണും. ഫോർ എക്സാമ്പിൾ നോക്കാം. 3-ഉം 7/15. 3 എന്ന് പറയുന്ന പൂർണ്ണസംഖ്യ, 7/15 ഭിന്നസംഖ്യ. ഇതിനെ മിശ്രഭിന്നം, മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. ഇത് അംശം കൂടുതലും ഛേദം കുറവുമാണെങ്കിൽ വിഷമഭിന്നം എന്ന് പറയുന്നു. ഇവിടെ പ്രോപ്പർ ഫ്രാക്ഷൻസ്, സാധാരണ ഭിന്നം, അംശം കുറവും ഛേദം കൂടുതലും. പിന്നെ ഫ്രാക്ഷൻസ് 3 വിധമുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്, മിക്സഡ് ഫ്രാക്ഷൻസ്. സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്രഭിന്നം. ഇനി നമുക്ക് ഈ വിഷമ ഭിന്നത്തെ മിശ്രഭിന്നമാക്കാൻ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാവും. ഈ ഫ്രാക്ഷൻസ് എന്താണെന്ന് അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് മനസ്സിലായി.
അത് 3 വിധം ഉണ്ടെന്ന് മനസ്സിലായി. അംശം കുറവും ഛേദം കൂടുതലും ആണെങ്കിൽ സാധാരണ ഭിന്നം. പ്രോപ്പർ ഫ്രാക്ഷൻസ് അംശം കൂടുതലും ഛേദം കുറവാണെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് വിഷമ ഭിന്നം. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ഒരു പൂർണ്ണസംഖ്യയും കാണും, ഒരു ഫ്രാക്ഷനും കാണും. ഒരു പൂർണ്ണസംഖ്യ ഒരു ഭിന്നസംഖ്യ. ഇനി നമുക്ക് ഈ വിഷമ ഭിന്നത്തെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിച്ച് കാണാറുള്ളതാണ്. വിഷമ ഭിന്നത്തെ മിശ്രഭിന്നമാക്കാൻ അതിരിക്കുന്ന വിഷമ ഭിന്നത്തിന് സമാനമായിട്ടുള്ള മിശ്രഭിന്നം ഏത്? അതായത് 10/3 നമ്മളെങ്ങനെ ചെയ്യുന്നത്? സാധാരണ ഹരിക്കുന്ന പോലെ 10നെ 3 വെച്ചുകൊണ്ട് ഹരിക്കും. 3 3 9 ശിഷ്ടം 1. ഇപ്പൊ നമ്മളിവിടെ ഹരണബല എത്ര വന്നേ? 3. അത് ആദ്യം ഇവിടെ എഴുതും. ശിഷ്ടം എത്ര വന്നു? 1. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 3 കൊണ്ട്. അതായത് മിശ്രഭിന്നമാക്കിയതിന് സമാനമാണ്. വേറൊരെണ്ണം നോക്കാം. 15/6 15/6 നമ്മൾ അങ്ങനെ ചെയ്യും. 15നെ സാധാരണ ഹരിക്കുന്ന പോലെ 6 കൊണ്ട് ഹരിക്കുന്നു. 6 2 12 ശിഷ്ടം 3. നമ്മളിവിടെ ഹരണബല ഇവിടെ എത്ര? 2. ശിഷ്ടം എത്ര വന്നു? 3. അത് മുകളിൽ എഴുതും. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 6 കൊണ്ട്. 2 3 6. വേറെ എണ്ണം നോക്കാം. അപ്പൊ വിഷമ ഭിന്നത്തെ മിശ്രഭിന്നമാക്കാൻ പഠിച്ചു. വേറെ നോക്കാം. 22/4 22നെ 4 വെച്ച് ഹരിക്കുക. 22നെ 4 വെച്ച് ഹരിക്കുമ്പോൾ 4 5 20 ശിഷ്ടം 2. അപ്പൊ ഇതിന്റെ സമാനമായിട്ടുള്ള മിശ്രഭിന്നം ഏത് വരും? ഹരണബലം എഴുതുക ആദ്യം. 5 ശിഷ്ടം എത്ര വന്നു? 2. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 4 5 2/4. വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കാൻ പഠിച്ചു. ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. 16/9 16നെ 9 വെച്ച് ഹരിക്കുന്നു. 9 9 ശിഷ്ടം 7. ഇവിടെ ഹരണബലം എത്ര? 1. ശിഷ്ടം എത്ര വന്നു? 7. അത് മുകളിൽ എഴുതുക. എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ? 9 കൊണ്ട്. ഇങ്ങനെയാണ് വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുക. ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക. തിരിച്ചും വരും. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാനും വരും. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാൻ, അതായത് 3 2/5 ഇതൊരു മിശ്രഭിന്നാണ്. മിക്സഡ് ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. അതായത് മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുക. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കുക. ഇത് നേരെ തിരിച്ച് മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കുക. അതായത് ഒരു 3-4 ചോദ്യം എഴുതാം. ഇതിൻ്റെ 5-1 ഇവിടെ 3 മിശ്രഭിന്നങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെ വിഷമഭിന്നം എങ്ങനെ ആക്കുന്നത് നോക്കാം. ഇത് രണ്ടും കൂടെ ഗുണിക്കും. ഇത് 3 × 5 പ്ലസ് മുകളിലുണ്ടായിരുന്നു 2 ദ ഹോൾ ബൈ ഇവിടെ ഉണ്ടായിരുന്നു അടിയിലുള്ളതാണ് 5. 3 × 5 എത്ര? 15 പ്ലസ് 2/5 അതായത് 17/5 വിഷമഭിന്നം കിട്ടി. ഇതിന് സമാനമായിട്ടുള്ള വിഷമഭിന്നം കിട്ടി. അതുപോലെ ഇത് 2 × 2 ഇങ്ങനെ ചെയ്യണം. 2 × 2 പ്ലസ് മുകളിലുണ്ടായിരുന്നു 1/2 അതായത് 2 × 2 എത്ര? 4 പ്ലസ് 1/2 സമം 5/2. ഇനി ഇതും അതുപോലെ 7 × 3 ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 7 × 3 പ്ലസ് 2 ദ ഹോൾ ബൈ 3 അതായത് 7 × 3 എത്ര? 21 പ്ലസ് 2/3 23/3. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാനും വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കാനും പഠിച്ചു കഴിഞ്ഞു. ഭിന്നസംഖ്യകൾ 3 വിധം: സാധാരണ ഭിന്നം, വിഷമഭിന്നം, മിശ്രഭിന്നം. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിള് 1/5 2/7 3/8 അങ്ങനെ അങ്ങോട്ട് പോകും. അംശം ഇത് സാധാരണ ഭിന്നം.
ഇനി വിഷമഭിന്നം 5/2 അംശം കൂടുതലും ഛേദം കുറവും. മറ്റേത് അംശം കുറവും ഛേദം കൂടുതലും. 5/2, 7/3, 10/4, 8/5 ഇതിനെ വിഷമഭിന്നം എന്ന് പറയുന്നു. മിശ്രഭിന്നം ആണെങ്കിൽ ഒരു പൂർണ്ണസംഖ്യ അല്ല, ഒരു ഭിന്നസംഖ്യയും കൂടെ വരും. 7 2 3 3 4 2/5 ഇത് മിശ്രഭിന്നം. ഇത് വിഷമഭിന്നം. ഇത് സാധാരണ ഭിന്നം. മിശ്രഭിന്നത്തെ വിഷമഭിന്നമാക്കാനും വിഷമഭിന്നത്തെ മിശ്രഭിന്നമാക്കാനും പഠിച്ചു. ഇനി വേറെ ഒരു ഭിന്നസംഖ്യ വന്നു കഴിഞ്ഞാൽ അതിനെ ഷോർട്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 15/25 ഇതിന് രണ്ടിനും പൊതുവായിട്ടുള്ള ഘടകമാണ് 5-ൽ അവസാനിക്കുന്നതാണ്. 5 വെച്ച് കട്ട് ചെയ്യുക. 5 3 15 5 5 25. ചിലപ്പോൾ ഷോർട്ടസ്റ്റ് മെത്തേഡിലായിരിക്കും തന്നിട്ടുള്ളത്. സമാനമായിട്ടുള്ള സംഖ്യ വെച്ച് 5 3 15 5 5 25. ഇനി 10/20 ഇനി 10 വെച്ച് കട്ട് ചെയ്യാം. 2 വെച്ചും കട്ട് ചെയ്യാം. ഷോർട്ടസ്റ്റ് 10 1 10 10 2 20 2 നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 4/1 എന്ന് പറയാ കാൽ ഭാഗം. അപ്പൊ കാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 4/1. അരഭാഗം പകുതി ഭാഗം എന്ന് പറഞ്ഞാല് 2/1. ഇതിന്റെ അരഭാഗം പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ 2/1. ഇനി 1/4 ഭാഗം 4/1 എന്ന് പറയാ കാൽ ഭാഗം. 2/1 എന്ന് പറയാ അരഭാഗം പകുതി. 1/4 ഭാഗം എന്ന് പറയാം. 1/4 എന്ന് പറയുമ്പോൾ 4/3. ഇതൊക്കെ ഓർത്തിരിക്കുക. ഇനി അരയും കൂടെ കൂട്ടിയാൽ 1. നമുക്ക് സാധാരണ അറിയാം. അരയും 1. ഇനി 1ഉം അരയും കൂടെ കൂട്ടിയാൽ 1.5. ഇനി 1.5യും അരയും അതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാം. നമുക്ക് 1.5യും അരയും കൂടെ കൂട്ടിയാൽ 2 കാലെന്ന് പറഞ്ഞാൽ 4/1, അരാന്ന് പറഞ്ഞാൽ 2/1, 1/4 എന്ന് പറഞ്ഞാൽ 3/4, 4/3. ഇതൊക്കെ ഓർത്തിരിക്കുക. കാലും കൂടെ കൂട്ടിയാൽ അര. കാലും അരയും കൂടെ കൂട്ടിയാൽ നമ്മൾ നിത്യജീവിതത്തിൽ മനസ്സിലാക്കുന്ന കാര്യം. കാലും അരയും കൂടെ കൂട്ടിയാൽ 1/4. കാലും 1/4 കൂടെ കൂട്ടിയാൽ 1. 1/4 കൂടെ കാലൂടെ വന്നാൽ 1. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ ഭിന്നസംഖ്യകൾ കൂട്ടാൻ വരുമ്പോൾ നോക്കാം. ഒരേ ഛേദമാണ്. 2/5 പ്ലസ് 1/5. അംശങ്ങൾ കൂട്ടി മുകളിൽ എഴുതുക. ഛേദം ഒരുപോലെയാണ്. ഇങ്ങനെ എഴുതിയാൽ 2 + 1/5 3/5. ഛേദം ഒരുപോലെയാണെങ്കിൽ വെറുതെ അങ്ങ് മുകളിലുള്ള അംശങ്ങൾ അങ്ങ് ഫ്രീ ചെയ്താൽ മതി. 10/15 മൈനസ് 2/15. 10 - 2/15 8/15. ഛേദം ഒരുപോലാണെങ്കിൽ വെറുതെ അങ്ങ് ഫ്രീ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. താങ്ക് യു.